പശ്ചിമേഷ്യൻ സംഘർഷം അത് രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഇന്ധനവില കൂടാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ സർക്കാർ വെട്ടിക്കുറച്ചു. സംസ്ഥാനങ്ങളുടെ വാണിജ്യ LPG കോട്ട 20% കൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. 4 കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് ഇന്ധനവുമായി എത്തിയിട്ടുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന് ബാരലിന് $100 മുകളിലാണ് ഇപ്പോൾ വില. 3 മാസം കൊണ്ട് വില ഇരട്ടിയായി. ഈ വിലക്കയറ്റത്തിന്റെ പ്രതിഫലനം ഇന്ത്യൻ എണ്ണ വിപണിയിൽ പ്രതിഫലിക്കാനിരിക്കവെയാണ് കേന്ദ്രം അടിയന്തര നടപടികളിലേക്ക് കടന്നത്. ഡീസലിനും പെട്രോളിനും ലിറ്ററിന് 10 രൂപയാണ് എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ മുതൽ പെട്രോളിൻ്റെ എക്സൈസ് തീരുവ ലിറ്ററിന് 13 രൂപയായിരുന്നു. ഇതാണ് ഇപ്പോൾ 3 രൂപയായി കുറച്ചത്. ഡീസലിൻ്റെ 10 രൂപ എക്സൈസ് തീരുവ പൂർണ്ണമായും എടുത്തുകളയുകയും ചെയ്തു. We will be giving support to the oil marketing companies so that they can import the material and not really, even if it is imported at a higher cost, the common citizen will not have to face any increase in the price of petrol or diesel. ക്രൂഡ് ഓയിൽ ലഭ്യതയും പ്രതിസന്ധി രൂക്ഷമാക്കാനിടയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകളിൽ ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നത്. 46,000 മെട്രിക് ടൺ LPGയുമായി ടാങ്കർ ജഗ്വസന്ത് ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. 45,000 മെട്രിക് ടൺ LPGയുമായി പൈൻ ഗ്യാസ് എന്ന ടാങ്കർ വൈകാതെ മംഗളൂരുവിൽ എത്തുകയും ചെയ്യും. We've had 4 ships. They were laden with LPG. They have arrived in India. They safely crossed the Strait of Hormuz few days back. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.